ഈസി പരിപ്പ് കറി. പരിപ്പ് കറി പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യത്തിന് പരിപ്പെടുത്തു, കഴുകി കുക്കറിനകത്തേക്ക് ഇട്ടു, വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു. ഇനി അതിനകത്തേക്ക് ഒരു തക്കാളി കഷ്ണമായിട്ട് അരിഞ്ഞത്, നീളത്തിലല്ല കഷ്ണമായിട്ട് അരിഞ്ഞത്, ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത്. പച്ചമുളക് എരിവിന് ആവശ്യമുള്ളവരുണ്ട്, ഞാൻ 2 ഇട്ടുള്ളൂ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിലിനൊക്കെ ഇത് നന്നായിട്ട് വെന്ത് വരുവേ. ഞാനൊരു 4 വിസിലടിച്ച് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം കറിയായി. ഇനി ഇതിനകത്തേക്ക് ചെയ്യാനുള്ളത് കടുക് വറുക്കുക മാത്രമേ ഉള്ളൂ. നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇടാം. പരിപ്പായതുകൊണ്ട് ഇച്ചിരി ജീരകം ചേർക്കാം. ഇനി ഒരു ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർക്കാം. 2-3 വറ്റൽമുളകും ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയൊക്കെ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് മൂപ്പിക്കാം. ഉള്ളിയും വറ്റൽമുളകും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈസി പരിപ്പ് കറി റെഡി. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. പെട്ടെന്നുണ്ടാക്കാം. അരയ്ക്കുകയൊന്നും വേണ്ട, തേങ്ങ അരയ്ക്കണ്ട, ചിരണ്ടണ്ട. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഈസി പരിപ്പ് കറി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് പരിപ്പ് വേകാനുള്ള സമയം മാത്രമേ ആവശ്യമുള്ളൂ. 10 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഒഴിച്ചുകൂട്ടാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.